എളമരം കരീം ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കെ കേരളത്തിന് ദിശാബോധം പകർന്ന ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ എക്കാലവും ശബ്ദമുയർത്തിയ ട്രേഡ് യൂണിയൻ നേതാവ്. പാർലമെന്റ് അംഗമായും പൊതുരംഗത്ത് തിളങ്ങി. ദേശീയ രാഷ്ട്രീയമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ദേശീയ തലത്തിൽ BJP ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നിലപാടുകൾ, നയങ്ങൾ, ഒന്ന് തീവ്ര വർഗീയവൽക്കരണം, രണ്ട് ഉദാരവൽക്കരണം, ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്നതാണ്. കർഷകർ വലിയ സമരത്തിലാണ്, തൊഴിലാളികൾ വലിയ പ്രക്ഷോഭം നടത്തി, മതന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ് എവിടെയൊക്കെ പോകുന്നതെന്നുള്ളത്. മണിപ്പൂരിലെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെല്ലാം എതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർ പാർലമെന്റിൽ എത്തണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മലബാറിന്റെ, പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ വികസനത്തിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയാണ്, ഗവൺമെന്റാണ്. അപ്പോൾ കേരള സർക്കാരിന്റെ സ്വാധീനവും കൂടി ഉപയോഗപ്പെടുത്തി കോഴിക്കോടിന്റെ വികസനത്തിനായി നല്ല നിലയിൽ ശ്രമിക്കും.